ഒരു സൂത്രമാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റിയായ ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ടേ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1/2 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടതിലേക്ക് 1 കൈപ്പിടി സ്പിനാച്ച് മിക്സിയിലിട്ട് അരച്ച് ജ്യൂസ് ആക്കിയതിൽ നിന്നും കുറച്ചൊഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനിയിപ്പം ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളച്ചു വരുമ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നേരത്തെ കുഴച്ചു വെച്ചിരുന്നത് ഒരു സേവനാഴിയിൽ കൂടെ നൂഡിൽസ് പോലെ ആക്കിയെടുക്കണം. ഈ മാവ് ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ വെള്ളത്തിൽ കിടന്നാൽ മതി കേട്ടോ. ഇനി ഒരടി കട്ടിയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അത് മെൽറ്റ് ആകുമ്പോൾ 1 കൈപ്പിടി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഒന്നത് ചെറുതായി ഇളക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുക്കണം. അതും നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് മൈദയുടെ കട്ടയൊക്കെ കളഞ്ഞെടുക്കണം. അവസാനം 1 കപ്പ് പാല് കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. പാല് തിളച്ചു വരുമ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇതും നല്ലതുപോലെ ഇളക്കി ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന സ്പിനാച്ചിന്റെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതും കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇനി ഇതുകൂടെ തിളച്ചു വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നൂഡിൽസ് കൂടെ ഇട്ട് കൊടുത്ത് നൂഡിൽസ് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുക്കണം. അവസാനം നമ്മുടെ ആവശ്യത്തിന് മൊസറല്ല ചീസും കൂടെ ഇട്ട് ഇളക്കിയെടുത്താൽ ഈ സോസ് നല്ല കുറുകിയിരിക്കും കേട്ടോ. ഇനിയിപ്പം വേണമെങ്കിൽ ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് അങ്ങ് കഴിക്കണം. ഇതിനെ നമുക്ക് ഗ്രീൻ സോസ് ക്രീമി നൂഡിൽസ് എന്ന് വിളിക്കാം അല്ലേ?